വിളക്കന്നൂർ നടന്ന ആ ദിവ്യകാരുണ്യത്തിൽ നടന്ന രൂപഭാവ വ്യത്യാസം, ഈശോയുടെ ചിത്രം തിരുവോസ്തി തെളിഞ്ഞു വന്ന കാര്യം അതൊരു അത്ഭുതമായിരുന്നോ ഇല്ലയോ നമുക്ക് ആർക്കും ഉറപ്പില്ല അന്നത്തെ കാലത്ത്. പിതാവെ, വിളക്കന്നൂരിലെ ആ ദിവ്യകാരുണ്യ അടയാളം എന്തായിരുന്നു? പൊന്തിഫിക്കൽ സീക്രസി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ വിളക്കന്നൂർ നടന്നിരുന്ന ആ തിരുവോസ്തി കൂദാശ വചനങ്ങൾക്ക് ശേഷവും റുവാക്ഷന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ശരിക്കും ഈശോയുടെ ശരീരമായിരുന്നു. 2013 നവംബർ 15 വിളക്കന്നൂരിൽ സംഭവിച്ചത് ദിവ്യകാരുണ്യ അത്ഭുതമോ അടയാളമോ? 12 വർഷങ്ങൾക്ക് ശേഷം ഈ വിശ്വാസ സത്യത്തിന് വത്തിക്കാൻ ഔദ്യോഗിക അംഗീകാരം നൽകുമ്പോൾ ഈ അടയാളം നടന്ന നിമിഷം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പഠനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുകയും പഠനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിൽ സജീവ സഹകാരിയാവുകയും ചെയ്ത തലശ്ശേരിയുടെ വലിയ ഇടയനായിരുന്ന അഭിവന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവാണ് ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമുള്ള നിരവധിയായ സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് പിതാവ് പങ്കുവെക്കുന്നത്. വിളക്കന്നൂരിൽ സംഭവിച്ച അടയാളത്തെക്കുറിച്ചുള്ള ബിഷപ്പിന്റെ വെളിപ്പെടുത്തലുകളിലേക്ക്. 2013 നവംബർ 15 വിളക്കന്നൂരിൽ നടന്നത് ദിവ്യകാരുണ്യ അത്ഭുതമോ അതോ അടയാളമോ? 2014 മുതൽ 2022 വരെ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ ബഹുമാനപ്പെട്ട ജോർജ് ഞരളക്കാട്ട് പിതാവ് വിളക്കന്നൂരിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ഇന്ന് ഷെഖേനയോട് പ്രതികരിക്കുകയാണ്. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന സ്വർഗത്തിൻ്റെ അരുളപ്പാടിൻ്റെ വെളിപ്പെടുത്തലാണ് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതം. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി തലശ്ശേരി അതിരൂപതയിലായിരുന്ന ബഹുമാനപ്പെട്ട ഞരളക്കാട്ട് പിതാവ് മനസ്സ് തുറക്കുകയാണ് വിളക്കന്നൂരിൻ്റെ ദിവ്യകാരുണ്യ അടയാളത്തെക്കുറിച്ച്. പിതാവെ, വിളക്കന്നൂരിൽ നടന്ന ആ ദിവ്യകാരുണ്യ അടയാളം പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു ദിവ്യകാരുണ്യ അടയാളമല്ല, അത് ഫേക്കാണ് എന്നൊക്കെ. ആ ഒരു കാലഘട്ടത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോ തിരുവോസ്തിയിൽ തെളിഞ്ഞ ആ പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോൾ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ അടയാളം തെളിയിക്കപ്പെട്ടത്? 2013 നവംബർ 15 നമ്മൾ പ്രതിപാദിക്കുന്ന ഈ പ്രതിഭാസം നടന്നത്. അന്ന് വിളക്കന്നൂരിലെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൽ കൂദാശ കർമ്മങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം റുഹാക്ഷണ പ്രാർത്ഥന വരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കൂദാശ വചനങ്ങളും റുഹാക്ഷണ പ്രാർത്ഥനയിലൂടെയാണ് ഓസ്തിയും ബീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നതെന്ന് നമ്മുടെ വിശ്വാസ സത്യമാണ്. ആ റുഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞ് ആ തിരുവോസ്തിയെ വണങ്ങി തല കുമ്പിട്ട് ഉയർത്തുന്ന ആ അവസരത്തിലാണ് ഈ തിരുവോസ്തിയിൽ ഒരു മാറ്റം വന്നതായിട്ട് അച്ഛൻ കാണുന്നത്. ഒരു രൂപഭാവം, ഈശോയുടെ മുഖം ഇങ്ങനെ കാണുന്ന പോലെ തോന്നൽ. അച്ഛൻ ആകെ പരിഭ്രാന്തനായി. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചിന്ത എന്താണ് എന്ന ഒരു സംശയം പോലെ അച്ഛനുണ്ടായെന്നിട്ട് അച്ഛൻ തന്നെ പറയുന്നുണ്ട്. ഏതായാലും അച്ഛൻ പ്രത്യേകമായ ദൈവകൃപയാൽ ആ തിരുവോസ്തി തൊട്ടടുത്ത നിമിഷങ്ങൾ പിന്നീട് അത് മുറിച്ച് വിഭജിച്ച് പരസ്പരം റൂഷ്മ ചെയ്തെടുക്കേണ്ടതാണ്. അതിനച്ഛൻ ചെയ്തില്ല. പകരമായിട്ട് ചെറിയൊരു ഓസ്തി എടുത്ത് വിശുദ്ധ കുർബാന പൂർത്തിയാക്കുകയാണ് ചെയ്തത്. വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം പള്ളിയിൽ അന്ന് സന്നിഹിതരായിരുന്ന 60-ൽ പരം ആളുകളുണ്ടായിരുന്നെന്ന് അച്ഛൻ പറയുന്നു. അവർ വന്ന് ആ വിശുദ്ധ കുർബാന അവരെ കാണാൻ ക്ഷണിച്ചു. അവരൊന്ന് കാണാനുണ്ടായി. ഈ അത്ഭുതം ഇതെല്ലാം ഇങ്ങനെ നടന്നു കഴിഞ്ഞ് അന്ന് നമ്മുടെ തലശ്ശേരി അതിരൂപതയെ നയിച്ചിരുന്ന അഭിമന്യ വലിയമറ്റം പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശത്താൽ അരമനയിൽ നിർദ്ദേശിക്കപ്പെട്ട അച്ഛന്മാർ അവിടെ ചെന്ന് ആ തിരുവോസ്തി അവിടെ നിന്ന് വിശുദ്ധത്തിലേക്ക് മാറ്റിവെക്കുകയുണ്ടായി. അഭിമന്യ വലിയമറ്റം പിതാവ്, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ തലവൻ പിതാവുമായിരുന്ന കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ കൂടി നിർദ്ദേശമനുസരിച്ച് ആ തിരുവോസ്തി വിളക്കന്നിൽ നിന്ന് വിശുദ്ധത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പൊലീത്തയായിട്ട് ചാർജ് എടുക്കുന്നത് 2014 ഒക്ടോബർ 30-നാണ്. അപ്പം ഞാൻ വരുന്ന ആ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാന ഓൾറെഡി ബിഷപ്സ് ഹൗസിലുണ്ട്. ആദ്യമൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് അവിടെയുള്ള അച്ഛന്മാർ എന്നോട് അത് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ ആ വിശുദ്ധ കുർബാന എടുത്തൊന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം തെളിഞ്ഞ് കാണാമായിരുന്നു.
അപ്പം നമ്മൾ വളരെ ഗോപ്യമായിട്ട് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സഭാതലത്തിൽ വളരെ പ്രധാനപ്പെട്ട പിതാക്കന്മാരോ ആരെങ്കിലുമൊക്കെ വന്ന അവസരങ്ങൾ മാത്രമേ അതിനെടുത്ത് നോക്കിയിട്ടുള്ളൂ. വിളക്കന്നൂരിൽ നിന്ന് ആ തിരുവോസ്തി കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നീട് വിളക്കന്നൂരുകാർക്ക് ആ തിരുവോസ്തി തിരിച്ചു കൊടുക്കണമെന്ന് അവർ പലപ്പോഴും ഇങ്ങനെ നിർബന്ധം പറയുമായിരുന്നു. അവിടെ അവർക്ക് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ വേണ്ടി കൊടുക്കണമെന്നുള്ളത്. അതിനെപ്പറ്റിയുള്ള പല മീറ്റിങ്ങുകളൊക്കെ കൂടെ ഉണ്ടായി. അവസാനം ഞാൻ ഓർക്കുന്നത് കൂരിയ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തു. ഏതായാലും അവരുടെ തീവ്രമായ ആഗ്രഹത്തിൻ്റെ പേരിൽ ആ ഓസ്തി നമുക്ക് വിളക്കന്നൂരിലേക്ക് തന്നെ കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അതിന് പ്രകാരം അവരെ അറിയിക്കുകയും അവർ ആ ഓസ്തി സ്വീകരിക്കുന്നതിനായിട്ട് പ്രത്യേക ഒരു ദിവസമൊക്കെ നിശ്ചയിച്ചു. ദിവസമൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അന്ന് വളരെ ആഘോഷമായിട്ട് തിരുവോസ്തി ബിഷപ്പ് ഹൗസിൽ നിന്ന് കൊണ്ടുപോവുകയും അവിടെ ഒടുവള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് ആഘോഷമായി വാഹന അകമ്പടിയോടുകൂടി തിരുവോസ്തി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് വിളക്കന്നൂർ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതും വിശ്വവിദ്യ അർപ്പിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അന്ന് തന്നെ ധാരാളം ആളുകൾ വിളക്കന്നൂർ ഒരുമിച്ച് കൂടിയിരുന്നു ഈ തിരുവോസ്തി കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട്. അതിനുശേഷം ധാരാളം ആളുകൾ അവിടെ സന്ദർശകരായിട്ട് വരികയും തിരുവോസ്തിന് മുമ്പിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു അതേപ്പറ്റി അങ്ങനെ ചിലർക്ക് സംശയം പറഞ്ഞിരുന്നു. ഈ തിരുവോസ്തിയിൽ ആരോ ഒരു പക്ഷേ ആ രൂപം ഇങ്ങനെ വരച്ചതായിരിക്കാം, അല്ലെങ്കിൽ വരച്ച് ചേർത്ത ഒരു ഓസ്തി ഉപയോഗിച്ചതായിരിക്കാം. പക്ഷേ ആ തിരുവോസ്തിയിലെ കർത്താവിൻ്റെ രൂപം കണ്ട തോമസ് അച്ഛൻ എപ്പോഴും തറപ്പിച്ചെന്ന് പറയുമായിരുന്നു അത് ഒറിജിനൽ ഓസ്തി ആയിരുന്നു, ഒരു അടയാളം ഉണ്ടായിരുന്നില്ല. ഈ അടയാളം വന്നത് അത്ഭുതമായിട്ട് തന്നെയാണ് വന്നത്. അത് പ്രത്യേക അതിനകത്തൊരു ഫേക്കായ ഓസ്തിയൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ഉറപ്പൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ വിശുദ്ധ കുർബാന അവിടെ സൂക്ഷിച്ച് ആളുകൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇപ്രകാരം ഒരു തിരുവോസ്തിയും അതിൽ ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഡൽഹിയിലുള്ള മാർപ്പാപ്പയുടെ പ്രതിനിധി ആയ നുൻഷിയയുടെ പക്കലെത്തുകയുണ്ടായി. ഒരുപക്ഷെ അവിടെയുള്ള പത്രങ്ങളിൽ കൂടെയൊക്കെ ആയിട്ടും അദ്ദേഹം വാർത്ത കണ്ടറിഞ്ഞതായിരിക്കാം. അപ്പോൾ അദ്ദേഹം നമ്മളോട് അതേപ്പറ്റി കൂടുതൽ ആരായുകയുണ്ടായി. അപ്പോൾ നമ്മൾ അതിനുള്ള വിശദീകരണങ്ങളൊക്കെ കൊടുത്തു പോന്നിരുന്നു. അങ്ങനെ ഏതാനും 1-2 വർഷങ്ങൾ കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷെ അത് കഴിഞ്ഞ് റോമിൽ നിന്ന് അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. ആ തിരുവോസ്തി നുൻഷ്യ തന്നെ ആവശ്യപ്പെട്ടു. ഇപ്പോഴുള്ള നുൻഷ്യയല്ല, ഇതിനു മുമ്പുള്ള നുൻഷ്യ ആവശ്യപ്പെടുകയുണ്ടായി ആ തിരുവോസ്തി നുൻഷ്യയെ കൊണ്ട് ഏൽപ്പിക്കണമെന്നുള്ളത് കൂടുതൽ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അങ്ങനെ എറണാകുളത്ത് ഒരു സിനഡ് നടക്കുന്ന അവസരത്തിൽ അന്നത്തെ നുൻഷ്യ ആയിരുന്ന അദ്ദേഹം ബത്തിസ്ത ഡി ക്വാത്രോ അദ്ദേഹം ആ തിരുവോസ്തി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് വിളക്കന്നൂരിലെ വികാരിച്ചനും അവിടുത്തെ കൈക്കാരന്മാരും ഒരു ഗ്രൂപ്പ് ആളുകൾ തിരുവോസ്തിയുമായിട്ട് എറണാകുളത്ത് വരികയുണ്ടായി. അന്ന് സിനഡ് സംബന്ധിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഞങ്ങളത് ഒരുമിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പിന്നീട് അദ്ദേഹമാണ് അത് വിശദമായ പഠനങ്ങൾക്കായിട്ട് പഠനം നടത്തുമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നീട് നടന്ന ആ പഠനങ്ങൾ ഏതെല്ലാം വിധത്തിലായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അതിപ്പോഴാണ് പിന്നീട് നമുക്ക് വ്യക്തം വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ടി വന്ന തിരുവോസ്തി ഇവിടെ നമുക്ക് പഠനം നടത്താൻ സാധിക്കുകയില്ലെങ്കിൽ റോമിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് പൂർണ്ണമായിട്ട് റോമിൽ കൊണ്ടുപോയതും തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആ തിരുവോസ്തി ലഭിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും വിശ്വസ്തമായ ഒരു ലാബിൽ തിരുവോസ്തിയുടെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ആ തിരുവോസ്തി എന്ന് പറഞ്ഞാൽ ആ തിരുവോസ്തി ഒറിജിനൽ ഓസ്തിയാണോ എന്നും ആ തിരുവോസ്തിയിൽ കാണുന്ന ഈശോയുടെ രൂപം അതാരെങ്കിലും അത് വരച്ചു ചേർത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപഭാവം വരുത്തിയതാണോ എന്നുള്ള ചിന്തയൊക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ അതിൽ അങ്ങനെയുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലാബിലെ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിതാവേ, ഇൻ്റർനാഷണൽ മീഡിയ വരെ വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അടയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവ്യകാരുണ്യ അടയാളം ദാറ്റ് ഈസ് ഒരു പൊന്റിഫിക്കൽ സീക്രസി എന്ന ഒരു നമ്മൾ കേൾക്കുകയുണ്ടായി. നമുക്ക് ആരോടും അതായത് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല അതിൻ്റെ എങ്ങനെയാണ്, അത് സത്യമാണോ? അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുവോസ്തിയിൽ കർത്താവിൻ്റെ മുഖത്തിൻ്റെ രൂപം തെളിഞ്ഞു വരുന്നു. അതോ നേരത്തെ പറഞ്ഞില്ല തിരുവോസ്തി ബിഷപ്സ് കൊണ്ടുവച്ചു. പിന്നീട് അത് അന്നത്തെ നുൻഷ്യ തന്നെ അത് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ നമ്മളത് കൊണ്ടുപോയി ഏൽപ്പിക്കുകയുണ്ടായി. അതിനുശേഷം നുൻഷ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ നേതൃത്വത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഓസ്തിയിൽ നടന്നു, ഏതെല്ലാം വിധത്തിലാണെന്നുള്ളത് പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം ഞാൻ എൻ്റെ
ആർച്ച് ബിഷപ്പ് എന്ന സ്ഥാനം 2022 ഏപ്രിൽ 20 അവസാനിപ്പിച്ചായിരുന്നു. അതിനുശേഷം അഭിമന്യ പാമ്പ്ലാൻ പിതാവാണ് രൂപതയുടെ അധിപനായിട്ട് വന്നത്. പിന്നീട് അദ്ദേഹമാണ് ഇത് നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിന്നീട് നടന്ന ആ പ്രോസസ്സ് അതീവ രഹസ്യമാണ്. അത് റോമും അഭിമന്യ പിതാവ് മാത്രമായിട്ട് ഇടപെട്ട് ചെയ്തതാണ്. ഒരുപക്ഷെ പിതാവുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന ആരെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞു കാണുകയുള്ളൂ. അതാണ് പൊന്തിപ്പിക്കൽ രഹസ്യം എന്ന് പറയുന്നത്. നമുക്കിങ്ങനെയുള്ള അടയാളങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ സഭ അതൊരു അടയാളമാണ്, അത്ഭുതം എന്ന് പറയുകയില്ല. ആ പ്രതിഭാസം ദീർഘനാളത്തെ പഠനത്തിന് വിധേയമാകും. ഇത് സമയമെടുക്കുന്നുള്ളൂ, നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് റോമിൻ്റെ പോളിസി എപ്പോഴും. അപ്പോൾ എന്ത് അത്ഭുതങ്ങൾ പോലെ നമുക്ക് തോന്നുന്ന കാര്യമായാലും സഭ ദീർഘനാളത്തെ പഠനത്തിനും പരീക്ഷണത്തിനും കാത്തിരിപ്പിന് ശേഷം മാത്രമേ ശരിയായ തെളിവുകളോടുണ്ടെങ്കിൽ മാത്രമേ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കൂ. അപ്പം അങ്ങനെയൊരു കാത്തിരിപ്പിൻ്റെ കാലം കടന്നു പോയിട്ടുണ്ട്, പരീക്ഷണയുടെ കാലം കടന്നു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തെയാണ് നമ്മൾ പൊന്തിപ്പിക്കൽ സീക്രസി എന്ന് പറയുന്നത്. അതാർക്കും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ അഭിമന്യ പാമ്പ്ലാൻ പിതാവിനും അറിയായിരിക്കും, പിന്നെ റോമിൽ ബന്ധപ്പെട്ടവർക്കും അറിയാം. അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടാവും. ആ കമ്മ്യൂണിക്കേഷൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും പിതാവ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ പൊന്തിപ്പിക്കൽ സ്വീകരിച്ചത്. പിന്നീട് ഇപ്പം നമുക്ക് റോമിൽ നിന്നുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കിട്ടി. ആ ഡോക്യുമെൻ്റൊക്കെ മീഡിയയൊക്കെ വന്നു കഴിഞ്ഞു, അതെന്താണെന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ആ രഹസ്യാത്മകത പരസ്യമായിരിക്കുകയാണല്ലോ ചെയ്തത്. 12 വർഷങ്ങൾക്ക് ശേഷം ദിവ്യകാരുണ്യ അടയാളം സത്യമാണെന്ന് വത്തിക്കാൻ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ തലശ്ശേരി അതിരൂപതയെ നയിച്ച ബഹുമാനപ്പെട്ട ഞർലക്കാട്ട് പിതാവ് മനസ്സ് തുറക്കുകയായിരുന്നു. എന്തായിരുന്നു വിളക്കന്നൂരിൽ നടന്ന അന്നത്തെ ദിവ്യകാരുണ്യ അടയാളം? പിതാവിനെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഈ ഇൻ്റർവ്യൂവിൽ മനസ്സ് തുറന്ന് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ച പിതാവിന് എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. വിളക്കന്നൂര് ഇനിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറട്ടെ. വിശുദ്ധ കുർബാനയിലെ എല്ലാവരിലേക്കും പ്രഘോഷണമായി വലിയൊരു ആത്മീയ ചൈതന്യമായി തലശ്ശേരി അതിരൂപതയ്ക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.